എന്ത് മനസ്സിലായി? ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും നമ്മൾ ഇത് ചെയ്യുമ്പോ എന്തിനൊക്കെ ചെയ്യണമെന്നൊരു ഇത് അല്ല. ചിലവരുടെ അടുത്ത് നമുക്ക് അങ്ങനെ ഒരു റെസ്പോൺസ് കിട്ടിയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇത് ഇടയ്ക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ എന്തോ സ്വപ്നം പോലൊക്കെ തോന്നാറുണ്ട്. അപ്പൊ ഇത് ഷവർമ പൂരി അല്ലേ? അങ്ങനെ തന്നെ പേര് ഷവർമ പൂരിയാണ്. ബിസ്മില്ലാ. സെറ്റാ, ഒരു രക്ഷയില്ല മോളെ. പേരെന്താ? തബ്ഷിറ. എന്താ മൈക്രോബയോളജി വിട്ടിട്ട് ഇതിലേക്ക്? അല്ല, എനിക്ക് ഇത് എൻ്റെ ഒരു പാഷനും കൂടെയാണ്. മുന്നേ എനിക്ക് ഇഷ്ടമായിരുന്നു ഇത് ചെയ്യാൻ. ഞാൻ വീട്ടിൽ പറയായിരുന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന ടൈമിൽ തന്നെ എൻ്റെ ഫ്രണ്ട്സിനോട് പറയാറുണ്ട്, നമുക്ക് അതായത് ജോലിയുടെ ഒപ്പം ജോലി കളയണ്ട, അതിനോടൊപ്പം തന്നെ നമുക്കൊരു കുഞ്ഞി കഫേ പോലെ തുടങ്ങണം, ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് തുടങ്ങണം എന്നൊക്കെ പറയായിരുന്നു. ആരോടാ പറയാറുണ്ടായിരുന്നു? എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങളൊരു ഗ്യാങ് ഉണ്ട്. അല്ല, പഠിക്കലിപ്പോ കഴിഞ്ഞത്. കോഴ്സ് കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ അവരെന്താ പറഞ്ഞിരുന്നത്? അങ്ങനെ പറഞ്ഞപ്പോൾ നല്ലൊരു കോഴ്സ് ചെയ്യുമ്പോൾ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ എല്ലാവരുടെ റെസ്പോൺസ് എന്തായിരുന്നു? നമുക്ക് നോക്കാന്ന് പറയാറുണ്ട്. സപ്പോർട്ട് തന്നെയാണ്. അതെ, എല്ലാവരും സപ്പോർട്ടാണ്. പിന്നെ അവര് ഫ്രണ്ട്സ് ഒക്കെ വരാറുണ്ട്. ഉണ്ടോ? എന്നിട്ട് ഇതിപ്പോൾ എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഞാൻ ഇതൊരു ഡിസംബർ ലാസ്റ്റിലാണ് തുടങ്ങിയത് അല്ലേ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല റെസ്പോൺസാ? എന്തെങ്ങനെ ഇതന്നെ വേണം എന്നുള്ളത്? പിന്നെ ബൺമസ്ക് ഉണ്ട്, പാനിപൂരി ഉണ്ട്, സ്പെഷ്യൽ ചായ. പാനിപൂരി ഞാൻ പണ്ടേ ഇത് ചെയ്യണം എന്നുള്ളത് ഉണ്ടായിരുന്നു. ബൺമസ്ക് ഒക്കെ പിന്നെ ഇപ്പൊ ട്രെൻഡിങ് ആയതല്ലേ. പാനിപൂരിന്റെ മുന്നേ ഉള്ള ഒരു ഐറ്റാണ്. ഞാനത് ഇറക്കണം എന്ന് വിചാരിച്ച സാധനമാണ്. ആണോ? എന്ത് തോന്നുന്നു? ഇപ്പോൾ ജോലിയാണോ നല്ലത്, സ്വന്തമായിട്ട് എന്തെങ്കിലും അധ്വാനിച്ച് ഒരു സംരംഭം തുടങ്ങി അതിൽ നിന്നും കിട്ടുന്ന ഏണിങ്സ് ആണോ നല്ലത്? ഞാൻ ഇതിനോട് ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പി ഉണ്ട്. ഓക്കെ. എപ്പോഴാണ് ഇവിടെ വരാറുള്ളത്? ഞാൻ ഈവനിങ് ഒരു ഇപ്പൊ മഴ ആയ കാരണം ഒരു 4 മണി 4:30 ആകുമ്പോഴേക്കും എത്തും. അല്ലാത്ത സ്പോട്ട് ഏതാ വരുന്നത്? വെള്ളിയാങ്കല്ല്. അതായത് നമ്മളതിനടുത്ത് വെള്ളിയാങ്കല്ല്. ഇവിടെ വെള്ളിയാങ്കല്ല് പാലം കഴിഞ്ഞിട്ട് തന്നെ തൃത്താലക്കടുത്ത് ആണല്ലേ? 4 മണി മുതൽ എപ്പോഴാണ് ഇതൊക്കെ സെയിലായി കഴിയാ? മസാല കഴിഞ്ഞാൽ പോവാറാണ്. നമുക്ക് പിന്നീട് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ മസാല, പാനിപൂരിയുടെ മസാല കഴിയുമ്പോ പിന്നെ അതില് തന്നെ ഷവർമ പൂരി ഉണ്ട്, വെറൈറ്റി. ആണോ? അതെന്താ വെറൈറ്റിയാ? അതെ, അത് ആൾക്കാർ ചോദിച്ചു വരാറുണ്ട്. ഈ ഫില്ലിങ് നമ്മൾ ആഡ് ചെയ്തു. ആണോ? എന്താ സ്പെഷ്യൽ? അതില് നമ്മൾ മയനൈസ് സോസ് ഒക്കെ ആഡ് ചെയ്ത് നമ്മുടെ ഷവർമയുടെ ഫില്ലിങ് ഉണ്ടാവില്ലേ, അത് നമ്മൾ ഇതില് നമ്മളെ പാനിപൂരിയുടെ പൂരിയില് നിറച്ചു കൊടുക്കും. ആണല്ലേ? വീട്ടിലാരുള്ളത്? വീട്ടിൽ ഉമ്മ, ഉപ്പ, ഞാൻ മൂത്തത്. എനിക്ക് 3 അനിയത്തികളാണ്. ക്യാഷ് എന്താ ചെയ്യാറുള്ളത്? ക്യാഷൊക്കെ എന്താ ചെയ്യാ? ക്യാഷ് എന്താ ചെയ്യാ, കുറച്ച് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് ഫ്യൂച്ചറിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, പദ്ധതികളുണ്ടല്ലേ? പിന്നെ ചാരിറ്റി ഒക്കെ ഇഷ്ടമുണ്ടോ? അങ്ങനെ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. ഇപ്പൊ എന്തൊക്കെ ചെയ്യും? പൈസ കയ്യിൽ വരാൻ തുടങ്ങിയപ്പോൾ സ്വന്തമായിട്ട് അധ്വാനിച്ച പൈസ കിട്ടുമ്പോൾ എന്തൊക്കെ ചെയ്യാറുണ്ട്? അത് ഞാനത് പുറത്ത് പറയുന്നില്ല. ചാരിറ്റി ചെയ്യുന്നുണ്ട്. അതാണ് അടിപൊളി. ഇത് തിരുവോളം ഉണ്ടാവും. എത്ര മണിക്കാണ് പോവാറുള്ളത്? ഞാൻ മാക്സിമം ഒരു 9 മണി 9:30 അത്രേ നിൽക്കുള്ളൂ. 50 രൂപ ഉള്ളൂ. 50 രൂപയാണ്. ഞാൻ തബ്ഷിറയിൽ കണ്ടൊരു സംഭവം, പിന്നെ നല്ല വൃത്തി ഉണ്ട് എന്നുള്ളതാണ്. ഒരു കുഞ്ഞു കട, നല്ല വൃത്തിയിൽ ഗ്ലൗ ഒക്കെ ഇട്ട്, പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണതിലൊക്കെ ആണല്ലേ? ഫാസ്റ്റായി ചെയ്യും. ഇനി പഠനം ഉണ്ടോ? ഇനി PG കഴിഞ്ഞു. PG കഴിഞ്ഞത്. ഇനി എന്തായാലും ഞാൻ ഇത് വിടാനും വിചാരിക്കുന്നില്ല. അതിന്റെ ഒപ്പം എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. രണ്ടും എനിക്ക് കൊണ്ടുപോകണം ആഗ്രഹമുണ്ട്. ആണല്ലേ? അതെ. ഓക്കെ. ഇതൊക്കെ എങ്ങനെ ഇവിടെ എത്തിക്കാറുള്ള സാധനമൊക്കെ? വീട് ഇവിടെ തൃത്താല തന്നെയാണ്. തൃത്താലാണല്ലേ? ഓക്കെ. ഇത് ബൈക്ക് മേടിക്കോ? ബൈക്കമ്മല കൊണ്ടുവരാ? സ്കൂട്ടിയിലാണ് കൊണ്ടുവരാ അല്ലേ? ഇത് കുട്ടികൾക്ക് അത് ഇഷ്ടം, വലിയ ആളുകൾക്കോ? അത് അന്വേഷിച്ച് വരാൻ തുടങ്ങിയോ വീഡിയോ കണ്ടിട്ട്? വരാറുണ്ട്. നിങ്ങളെ ടീച്ചറാണ് എനിക്ക് നമ്പർ തന്നെ. ടീച്ചറെ പേരെന്താ? ഗ്രീഷ്മ. ഏത് സ്കൂളിലെ ടീച്ചറാ? ഇവിടെ തൃത്താല ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ. ഏത് വിഷയ? മലയാളമായിരുന്നു എനിക്ക് എടുത്തായിരുന്നു. ഗ്രീഷ്മ ടീച്ചറാ? ആ ടീച്ചർ പറഞ്ഞല്ലോ വീഡിയോയില്, പിന്നെ തബ്ഷിറ അന്ന് തന്നെ പഠിക്കുന്ന സമയത്ത് ഗ്രീഷ്മ ടീച്ചർ പറഞ്ഞു അന്ന് തന്നെ ഒരു സംരംഭം തുടങ്ങണം എന്നൊക്കെയാണ് ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ശരിയാണോ? അല്ല, അന്ന് തൊട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അന്ന് ഇതേപോലെ എക്സ്പീരിയൻസ് പങ്കുവെക്കാനുള്ള ടൈമിൽ ഞാൻ പറഞ്ഞായിരുന്നു, ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ? പക്ഷെ അന്ന് ഇങ്ങനെയൊക്കെ ആവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല അല്ലേ? ഇടയ്ക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ എന്തോ സ്വപ്നം പോലൊക്കെ തോന്നാറുണ്ട്. ആണല്ലേ? ഇങ്ങനെ പറ്റിയ ഞാൻ തന്നെയാണോ എന്നുള്ള ഇടയ്ക്ക് ഇങ്ങനെ തൊട്ട് നോക്കുവോ അല്ലേ? ബുദ്ധിമുട്ടുണ്ടല്ലോ അല്ലേ? ഇതിന് ബുദ്ധിമുട്ട് എന്തൊക്കെ? നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, കുറെ പണികളുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്ക്.
മസാല ഉണ്ടാക്കാൻ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. പിന്നെ പാനി ഉണ്ടാക്കണം, 2 ടൈപ്പ് പാനി ഉണ്ടാക്കാനുണ്ട്. പിന്നെ ഇതിലേക്കുള്ള ബൺ മസ്കേക്കുള്ള ക്രീം എപ്പോഴാണ് ചെയ്യതൊക്കെ? ഇതൊരു ഉച്ചക്ക് ആവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. തബ്ഷിറ, പൊതുവെ ഇത് വൃത്തിയിൽ കിട്ടാറില്ല എന്നുള്ളതാണ്. നോർത്ത് ഇന്ത്യൻസ് ആ കയ്യിൽ നഖമൊക്കെ വളർത്തി അങ്ങനെ ഒരു വൃത്തിയില്ലാത്ത രീതിയിലാണ് പറയാം. ഫുഡ് മൈക്രോബയോളജി ഉണ്ട് ഇതില്. അപ്പോൾ അതിനെ പറ്റി ഫുഡ് മൈക്രോബയോളജി ഞാൻ ഓൾറെഡി പഠിക്കുന്നുണ്ട്. അതുപോലെ HACCP ലെവൽ 3 എടുത്തായിരുന്നു. അത് നമ്മളെ ഫുഡിന്റെ ഒരു കോഴ്സ് തന്നെയാണ്. അതെ, അതായത് ഫുഡിനെ ഏതൊക്കെയാ നല്ല ഫുഡ്, അതേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള എക്സ്പയറി, അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ അതിൽ ഇൻക്ലൂഡ് ഇത് സംഗതി ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പൊ ഇത് ഷവർമ പൂരി അല്ലേ? അങ്ങനെ തന്നെ പേര് ഷവർമ പൂരിയാണ്. ടേസ്റ്റ് ബിസ്മില്ലാ. സെറ്റാ, ഒരു രക്ഷയില്ല മോളെ. ഡിഫറെൻ്റ് കേട്ടോ, ഡിഫറെൻ്റ്. സാധാരണ നമ്മുടെ ആ ചാട്ട് മസാലൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്, ഇതൊന്നുമില്ല, ഇത് ഡിഫറെൻ്റാണ്. ഷവർമ കഴിക്കുന്ന പോലെ ഷവർമേൻ്റെ ടേസ്റ്റ് വരുന്നു.